അബ്ദുൾ അസീസ് പറയാണേ മമ്പുറത്ത് പോയാൽ നിനക്ക് എന്താ കാട്ടുക? ഓ കിട്ടുക എന്നാവും. ഒരു പുണ്യവും നിനക്ക് കിട്ടില്ല. നിനക്ക് എന്നല്ല ഒരു മുസ്ലിമിനും കിട്ടില്ല. ബാക്കി എന്താക്കി അറിയില്ല. അപ്പൊ എന്റെ അബ്ദുൾ അസീസ് കാക്കേ ഇക്ക് പോയിട്ട് എന്താ കിട്ടിയത് എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ എനിക്ക് സമാധാനം കിട്ടി. അത് ആ പിടിയൊന്നും കിട്ടൂല, ഈ പിടിയൊന്നും കിട്ടൂല, ഇവിടുന്ന് ഒന്നും കിട്ടാത്ത കുറച്ച് സമാധാനം കിട്ടി. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റൂല. അതാണ് എനിക്ക് കിട്ടിയത്. അവിടെ പോയിട്ട് അവിടെ വരുന്ന മുസ്ലിംസിന് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നിങ്ങളവിടെ പോയിട്ടില്ല, നിങ്ങൾ ബിലീസല്ലേ, നിങ്ങൾ വഹാബിയല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തെ. അവനാന്റെ സമയം കളഞ്ഞ് അവനാന്റെ എന്താ പറയാ എല്ലാം മാറ്റി വെച്ചിട്ട് അവിടെ ഓരോ മനുഷ്യനും ഓരോ മുസ്ലിമും അമുസ്ലിമും പോകുന്നുണ്ടെങ്കിൽ ഓൽക്കൊക്കെ ആഗ്രഹിക്കുന്ന സമാധാനം സന്തോഷം മമ്പുറത്ത് പോയാൽ കിട്ടും. നിങ്ങൾക്ക് കിട്ടാത്തതേ അത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് വിവരം കൂടി വേണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ മമ്പുറത്തേക്കാണ് എന്തുണ്ടെങ്കിലും ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ രീതിയിൽ വഴിപാട് എന്ന് പറയും അത് വെക്കല്. പിന്നെ കൊണ്ടോട്ടി കൂപ്പ ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ കേട്ടണേ എൻ്റെ ഓർമ്മ വെച്ച നാളെ മുതലേ. പിന്നെ എന്തിനാ ഇവിടെ വന്നാണ്ട് ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കണത്? എനിക്ക് സന്തോഷവും സമാധാനവും ഒക്കെ മമ്പുറത്ത് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായാൽ തന്നെ ഞാൻ ഭഗവാനെ വിളിക്കും, മമ്പുറത്ത് തങ്ങളെ വിളിക്കും, കുബക്കര തങ്ങളെ വിളിക്കും, പുത്തമ്പള്ളിക്ക് നേർച്ചയ്ക്കും. ഇതൊക്കെ ചെയ്യും. ഇത് ഓരോ വ്യക്തിക്കും ഉണ്ടാണ് വിശ്വാസങ്ങൾ. അബ്ദുള്ളക്കാക്കേ നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങളെ പോലത്തെ ആൾക്കാർക്കും വിശ്വാസമില്ല. അതിപ്പോ എന്റെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നിട്ട് നിറച്ചിട്ട് എന്ത് കാര്യം? എനിക്കിത് ഇങ്ങനെ എടുത്തു നോക്കാനും വായിക്കാനും ഒന്നും ഒഴിവില്ല. അപ്പൊ വെറുതെ നിങ്ങൾ ഇടണ്ട. ഓരോ വ്യക്തിക്കും ഉണ്ടാണ് വിശ്വാസമാണ്. നിങ്ങളെ പോലത്തെ വിശ്വാസമില്ല. അതൊക്കെ ഇനി വിശ്വാസം തരാൻ പറ്റൂല. ആദ്യം വിശ്വസിക്കാൻ പഠിക്കണം. അപ്പൊ തന്നെ പകുതി സന്തോഷം ഞമ്മക്ക് കിട്ടും. കാക്കേ അപ്പൊ പിന്നെയും കാണാം.